രമേഷ് സുബ്രഹ്മണ്യൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, കേളിക്കൈ വഴിപാട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ വഴിപാടിൻ്റെ ലിസ്റ്റിൽ കാണാനുണ്ടല്ലോ, കേളിക്കൈ വഴിപാട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. കേളിക്കൈ വഴിപാട് എന്ന് പറയുന്നത് കേളിക്കൊട്ട് എന്ന ഇതിനെയാണ് കേട്ടോ. അതായത് ദീപാരാധനയ്ക്ക് ശേഷം മദ്ദളത്തോട് കൂടിയിട്ടുള്ള ഒരു വാദ്യ മേളം നടക്കാറുണ്ട്. അതൊരു 5 മിനിറ്റ് ആ ഒരു ദൈർഘ്യമേ അതിനുള്ളൂ. അങ്ങനെയുള്ള ആ എന്താ പറയുക വാദ്യത്തിനെയാണ്, ആ ഒരു വാദ്യഘോഷത്തിനെയാണ് കേളിക്കൈ എന്ന് പറയാറുള്ളത്. ഇത് കൃഷ്ണനാട്ടം കളി ഉള്ള ദിവസമാണെങ്കിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ മുൻവശം, അതല്ലെങ്കിൽ ആ ഭണ്ണാര കൃഷ്ണൻ്റെ മുൻവശത്ത് നിന്നും കൊണ്ടും ഒരു കേളിക്കൈ പതിവുണ്ട്. അതല്ലാതെ നാലമ്പലത്തിനകത്ത് പതിവുണ്ട്. ദീപാരാധന കഴിഞ്ഞ ആ സമയത്ത് ചുറ്റമ്പലത്തിൽ പതിവുണ്ട്. കൊട്ടുന്ന വലത് കൊടിമരത്തിൻ്റെ ആ ഒരു നമ്മുടെ കയ്യിൻ്റെ ഇടതുവശത്തായിട്ട് വഴിപാട് സാധനങ്ങളൊക്കെ സമർപ്പിച്ചിരിക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ നിന്നും പതിവുണ്ട് കേട്ടോ കേളിക്കൈ വഴിപാട്. ഇത് ഭക്തരാൽ ഷീട്ടാക്കാൻ പറ്റും. 10 രൂപയാണ് ഷീട്ടാക്കാൻ വേണ്ടത്, ഒരു ദിവസത്തെ കേളിക്കൈ വഴിപാട് ഷീട്ടാക്കാൻ. ഇനി ഇതെന്തിനാണ് ഷീട്ടാക്കണേ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്താ പറയുക, സംഗീതപരമായിട്ടുള്ള ഉയർച്ചകൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഷീട്ടാക്കാം. അതല്ലെങ്കിൽ കേൾവി പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേളിക്കൈ, അതായത് ഇത് വാദ്യഘോഷങ്ങളാണല്ലോ. അപ്പോൾ നമ്മുടെ ഔചിത്യം പോലെ എന്തിനു വേണമെങ്കിലും ഗുരുവായൂരപ്പന് എന്ത് വഴിപാട് വേണമെങ്കിലും ഷീട്ടാക്കാം കേട്ടോ. നല്ല രസമാണ്. വെറും 5 മിനിറ്റേ ഉള്ളൂ വെച്ചാലും അത് കേൾക്കാൻ ഒരു പ്രത്യേക ഡിവൈൻ ഫീലാണ് കേട്ടോ.